എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയോട് കൂടി നമ്മുടെ 2 ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് കഴിഞ്ഞു, വൈറ്റ് ബോക്സ് ആൻഡ് ബ്ലാക്ക് ബോക്സ് അല്ലേ? അപ്പോൾ ഇത്രയും നാളും നമ്മളിങ്ങനെ ഒരു തിയറിറ്റിക്കൽ ആയിട്ടായിരുന്നു പഠിച്ചു പോകുന്നുണ്ടായിരുന്നത് അല്ലേ? ഇനി നമുക്കൊന്നൊരു പ്രാക്ടിക്കൽ ലെസണിലോട്ട് കടന്നാലോ? പ്രാക്ടിക്കലും കൂടിയാണ്, പ്ലസ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു ടാസ്കും കൂടി തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും കൂടി നോക്കാം. ഓക്കെ, സോ ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ വീഡിയോൻ്റെ സജഷൻസ് നിങ്ങൾക്ക് വരണമെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തോളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നോർമലി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് എൻ്റെ വീഡിയോയുടെ സജഷൻ വന്ന് കിടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് കിടക്കുന്നത് ഈ ഡേ 10 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഡേ 9 അല്ലെങ്കിൽ ഡേ 8 ഒന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഞങ്ങളുടെ ഇവിടെ നോ വ്യൂസ് എന്നാണ് പറഞ്ഞിട്ട്, ഇപ്പുറത്തെ ഇപ്പോൾ 1 വ്യൂ 2 വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 14 വ്യൂ അപ്പുറത്ത് എത്തിയപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ 10 വ്യൂസ് ഉള്ളൂ, ഇവിടെ 5 വ്യൂസ് ഉള്ളൂ. പക്ഷെ അടുത്ത വീഡിയോ ഇപ്പോൾ 14 വ്യൂസ് വന്നു. അത് നിങ്ങളെ ഇടയിൽ കാണുന്നതുകൊണ്ടാണ്. ഓർഡറിൽ കാണാനായിട്ട് നോക്കുക. ഓക്കെ, ഡേ 1 ഡേ 2 അങ്ങനെ ഞാൻ കറക്റ്റ് ഓർഡറിലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തിട്ട് നോക്കാനായിട്ട് നോക്കുക. ഓക്കെ, ജസ്റ്റ് കാണുമ്പോൾ എടുത്ത് ഓപ്പൺ ചെയ്യാതെ ഒന്ന് ഇരുന്ന് പഠിക്കാനായിട്ട് ഡെയിലി കുറച്ച് നേരം മാറ്റി വെച്ചാൽ മതി അല്ലേ? ഇങ്ങനെ ലാഗ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഒരു ദിവസം എടുക്കേണ്ടത് ഒരു 10 ദിവസത്തേക്ക് ആക്കുന്നില്ല. എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ്, അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്, സിമ്പിളായിട്ട്. അപ്പോൾ അത് ഓർഡറിൽ പഠിക്കാനായിട്ട് നോക്കാം. അപ്പോഴേ നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ, ക്യാച്ച് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അത് എൻ്റെ ഒരു ചെറിയൊരു സജഷനാണ്. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു സൈറ്റ് നമുക്ക് കിട്ടി, ഫോർ എക്സാമ്പിൾ ഒരു സൈറ്റ് നമുക്ക് കിട്ടിയത്, ഞാൻ പറയുന്നു abc.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റാണ് കിട്ടിയത്. ആ സൈറ്റ് നമ്മൾ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ ഒബ്സർവ് ചെയ്തു, നമുക്ക് എന്തൊക്കെ സജഷൻസും ഇൻഫോർമേഷൻസും അവർക്ക് ഷെയർ ചെയ്യാനുണ്ട്, ഇതൊക്കെയാണ് യൂസബിലിറ്റി ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യണത്. ക്ലിയർ ആയോ? ആ സൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെന്താണ് അതിലത്തെ കാര്യങ്ങൾ, ഫങ്ഷണാലിറ്റി അല്ല, ആ സൈറ്റിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതാണ് ഇതിൽ യൂസബിലിറ്റി ടെസ്റ്റിങ്ങിൽ. ഇതിൽ നമ്മൾ ഫങ്ഷണാലിറ്റിയും ലോജിക്കും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഒരു സൈറ്റിൻ്റെ ഒരു അപ്പിയറൻസ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതെങ്ങനെയാണ് യൂസർ കാണണത്, അത് വെച്ചിട്ടൊരു സജഷനാണ് ഇതിൽ പറയണത്. ഓക്കെ, സോ ഇതിനൊരു ടൂൾ ആവശ്യമുണ്ട്. ആ ടൂള് ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. എന്തായിരുന്നു സ്പെല്ലിങ്? എൻ്റെ കയ്യിൽ ഓൾറെഡി ആ ടൂൾ ആദ്യം കിടക്കുന്നു, ടൂൾ ഓൾറെഡി ഉണ്ട്. ഇവിടെ കിടക്കുന്ന കണ്ടോ, ഈ ഫെദർ സിമ്പിൾ പോലെ പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട്. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോർമലി ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇത് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, മാക്ക് ആണെങ്കിൽ മാക്ക്. എൻ്റെ വിൻഡോസ് ആണ്, അപ്പോൾ ഞാൻ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു ഫെദർ സിമ്പിൾ, ഈ ഒരു സിമ്പിൾ ഇവിടെ താഴെ വന്ന് കിടപ്പുണ്ടായിരിക്കും, കണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഏരോ മാർക്ക് ഉണ്ടല്ലോ, അയ്യോ അവിടെ പോയി, ഈ ഏരോ മാർക്കിൻ്റെ ഉള്ളിൽ കയറി കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ടൂൾ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂസബിലിറ്റി ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയാനില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് സജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. ഇതാണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൂള്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ ടൂള് പ്രിന്റ് സ്ക്രീനിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്നിപ്പിംഗ് ടൂൾ ഉണ്ടല്ലോ, അതിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാവേ. ഇത് ഞെക്കണം, നമ്മളത് ഡ്രാഗ് ചെയ്യണം. നമുക്ക് എത്ര പൊസിഷൻ വേണം എന്നുള്ളതൊക്കെ ഡ്രാഗ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ആ ടൂളിൻ്റെ യൂസേജ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സ്നിപ്പിംഗ് ടൂളിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഈ ടൂൾ എടുക്കുന്നതാണ് നമ്മുടെ യൂസബിലിറ്റി ടെസ്റ്റിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് യൂസബിലിറ്റി ടെസ്റ്റിങ്ങിലോട്ട് കയറാം. ഈ ടൂളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഇവിടെ ഇങ്ങനെ ഫെദർ സിമ്പിൾ വരും. ഇനി യൂസബിലിറ്റി ടെസ്റ്റിംഗ് വരാനായിട്ട് ഒരു മിനിറ്റ്, ഒരു വേർഡ്
വേർഡ് ഫയലിലാണ് നമ്മൾ ചെയ്യണത്. നമ്മുടെ മാനുവൽ ടെസ്റ്റിംഗ് നമ്മളൊരു എക്സലിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി ഇത് നമ്മൾ യൂസബിലിറ്റി ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു വേർഡ് ഫയലിലാണ്. യൂസബിലിറ്റി ടെസ്റ്റിംഗ് ഏതാണ് സൈറ്റ് എന്ന് വെച്ചാൽ ആ സൈറ്റ്, ഇപ്പോൾ abc.com ജസ്റ്റ് അങ്ങനെ കൊടുത്തു. അതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്യണം. abc.com ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കൊടുത്തതാണേ. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ലൈവ് പ്രൊജക്റ്റ് എനിക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു സൈറ്റ് എടുത്തതാണ്. userszoom.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് എടുത്തതാണ്. ഏതെങ്കിലും ഒരു സൈറ്റ്. ഓക്കെ, userszoom.com എന്നുള്ള സൈറ്റാണ് എടുത്തത്. ഈ സൈറ്റ് ആരുടെയാണ് എന്താണ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കണ്ടൊരു സൈറ്റാണ് യൂസർസൂം. ഇത് ശരിക്ക് എനിക്കറിയുന്ന ആരുടെയും അല്ല കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഞാൻ വലുതാക്കി തരാവേ. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ യൂസബിലിറ്റി ടെസ്റ്റിംഗ് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എന്താക്കാം, സെൻറ്ററിലോട്ടാക്കാം. ഓക്കെ ഓക്കെ ഇനി ഇവിടെ നമ്മുടെ URL കൊടുക്കുക. ഏതാണ് URL എന്ന് വെച്ചാൽ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന URL ഏതാ, userszoom.com എന്നുള്ള URL ആണ്. അതിവിടെ കൊടുത്തു. സോറി, അതങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഞാനത് userszoom.com. ഇനി ഈ URL userszoom.com എന്ന് പറഞ്ഞ URL നമ്മുടെ ഒബ്സർവേഷൻസ് ആണ് നമ്മളിനി എഴുതേണ്ടത്. നമ്മുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മളിനി എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴെ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അലൈൻമെന്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. എന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊക്കെ ഒരേപോലെയല്ലേ നിൽക്കുന്നത്. ചിലപ്പോൾ ഇതിങ്ങനെ കുറച്ച് വലുതായി കുറച്ച് ചെറുതായി അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചെറിയൊരു അപാകത പോലെ നമുക്ക് തോന്നും അല്ലേ. അങ്ങനത്തെ സജഷൻസ് ഒക്കെ നമുക്ക് പറയേണ്ടതാണ് ഏത്, യൂസബിലിറ്റി ടെസ്റ്റിങ്ങിൽ. ക്ലിയർ ആയോ? ഇപ്പം ഓക്കെ, ഇതിലിവിടെ കണ്ടോ, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ പറയുന്നതാണ്. ഇതിവിടെ കോണ്ടാക്ടേഴ്സ് എന്ന് പറഞ്ഞത് കണ്ടോ, ഇതിൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് അസ് യു എന്നുള്ളത് സ്മോൾ ലെറ്ററിലാണ്, അല്ലെങ്കിൽ ഇവിടെ ഗെറ്റ് ഡെമോ എന്നുള്ളതിൽ ഗെറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വേർഡിൻ്റെ ഈ ലെറ്റർ സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്താണ്, ഗെറ്റ് ഡെമോ ഇങ്ങനെ കൊടുക്കാനായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കാം. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അതായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയും എന്ത്, ഈ ജി ഗെറ്റ് ഡെമോളത്തെ ഈ ഡി ക്യാപിറ്റൽ ആക്കണം. അത് എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അതെനിക്ക് റിപ്പോർട്ട് ചെയ്യാം. ഏതിൽ, ഈ യൂസബിലിറ്റി ടെസ്റ്റിങ്ങിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പറയുന്നു എന്താണ്, ഷുഡ് ചേഞ്ച്, എന്തായാലും ചേഞ്ച് ആക്കേണ്ടത് ഗെറ്റ് ഡെമോ ടു ഗെറ്റ് ഡെമോ ഇങ്ങനെ പറയണം. അല്ലെങ്കിൽ ഷുഡ് ചേഞ്ച് എന്നല്ല, ചേഞ്ച് ഗെറ്റ് ഡെമോ ഇൻ ടു എന്താണ് ഗെറ്റ് ഡെമോ എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നു, ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കണം, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രിന്റ് സ്ക്രീൻ, ലൈറ്റ് ഷോട്ടിൻ്റെ പ്രിന്റ് സ്ക്രീൻ നമ്മൾ സ്ക്രീൻഷോട്ട് ടൂൾ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്യണു. അയ്യോ ഒരു മിനിറ്റ് കേട്ടോ, ഇതൊന്ന് ഞാൻ ഹൈഡ് ആക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ ക്ലിക്ക് ചെയ്യണു. അത് കഴിഞ്ഞിട്ട് ഈ URL അടക്കം നമ്മൾ എടുക്കണം. കണ്ടോ, URL അടക്കം ഇതിൽ കാണണം. കാരണം ഈ URL വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു ഇഷ്യൂ വരാതിരിക്കാം. പിന്നെ ഒരു കാര്യം, ഇപ്പം ഞാൻ എടുത്തപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പകുതി മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. അതല്ലെങ്കിൽ ഞാനിപ്പം ഇങ്ങനെ വെച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ കോണ്ടാക്ടേഴ്സിൻ്റെ ഇത് പകുതി ഇവിടെ മുറിഞ്ഞു പോയി, ഈ പെണ്ണിൻ്റെ മുടിയുടെ ഭാഗം ഇവിടെ പകുതി ഇങ്ങനെ മുറിഞ്ഞു പോയി. അങ്ങനെയൊന്നും എടുക്കരുത്. എടുക്കുമ്പോൾ നമ്മളത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഒരു പെർഫെക്ഷനോട് കൂടി എടുക്കണം. ക്ലിയർ ആയോ? ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ സ്നിപ്പിംഗ് ടൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ടൂള് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിവിടെ കണ്ടോ, ഇങ്ങനെ ഏരോ മാർക്കൊക്കെ കണ്ടോ,
നമുക്കിവിടെ ഇങ്ങനെ ഏരോ മാർക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത് ഡിയുടെ അവിടേക്ക് ഒരു ഏരോ മാർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് പറയാം ഈ യുവിൻ്റെ അവിടേക്ക് ഏരോ മാർക്ക് ഇട്ട് കൊടുത്തു. അല്ലേ, ഇവിടെ ഒരു ഡെമോ ഉണ്ട് അല്ലേ. ഇതൊക്കെ ഏരോ മാർക്ക് ഇട്ടിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് Ctrl+C ഞെക്കുക, അത് കോപ്പി ആയിട്ടുണ്ട്. കോപ്പി എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്കത് ഇവിടെ എന്താക്കാം, പേസ്റ്റ് ചെയ്യാം. Ctrl+V. അപ്പോൾ അതവിടെ പേസ്റ്റ്, അവിടെ ഏരോ മാർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഗെറ്റ് ഡെമോ ഇൻറ്റു ഗെറ്റ് ഡെമോ. പിന്നെ നമുക്ക് എന്താ എന്ത് മാറ്റണം, കോണ്ടാക്ട് അസ് ഇൻറ്റു കോണ്ടാക്ട് അസ് ഇൻറ്റു കോണ്ടാക്ട് അസ്. ഇങ്ങനെ ഞാൻ ഒരു 2 സജഷൻസ് പറഞ്ഞു. ഇതൊരെണ്ണം ഈ URL. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ്, അടുപ്പ് സൈസ് വ്യത്യാസമാണ്, സൈസൊക്കെ സെയിമിൽ കൊടുക്കണം. പിന്നെ അടുത്തത്, ഈ പേജിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതേപോലെ ഇവിടെ സി ഓൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇത് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഇതൊന്ന് നമുക്കൊന്ന് എന്താക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. URL അടക്കം ഒക്കെ എടുത്തോളാം. ഈ ഏരോ മാർക്ക് നമുക്ക് എന്താക്കാം, ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ഇതൊന്ന് കുറച്ച് വലുതാക്കാനായിട്ട് നമുക്ക് പറയാം. ഞാൻ ചെറിയൊരു സജഷൻ പറയണമെന്നുള്ളൂ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ എന്താക്കുന്നു, ഇവിടെ ഇങ്ങനെ ചേഞ്ച്, അതെന്താണോ അത് കൊടുക്കുക, ഇൻടു ഏതിക്കാണോ മാർക്കിട്ടത് അത് കൊടുക്കുക. അതിൻ്റെ പേസ്റ്റ് ചെയ്ത് വെച്ചു ഏരോ മാർക്കിട്ടത്. പിന്നെ അതുപോലെ എന്താണ്, അപ്പം അങ്ങനെ ഈ പേജ് മുഴുവനായിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ് എടുക്കുക. ഇപ്പോൾ ഏതാ പേജ്, അപ്പോൾ ഇതെടുത്തു, ഇങ്ങനെ ഒരു പേജ് എടുത്തു. അപ്പോൾ അടുത്ത URL ആയില്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ URL എന്ന് പറഞ്ഞിട്ട് സൈസ് മാറിപ്പോയി കണ്ടോ. URL എന്ന് പറഞ്ഞിട്ട് ആ URL പേസ്റ്റ് ചെയ്യുക. ആ URL പേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ പോയിന്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഈ സൈറ്റിലത്തെ എല്ലാ ഓരോരോ പേജും എടുത്തിട്ട് അതിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് അടക്കം നമ്മൾ ചെക്ക് ചെയ്യണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അടക്കം നമ്മൾ ചെക്ക് ചെയ്യണം. ഏതിൽ, യൂസബിലിറ്റി ടെസ്റ്റിങ്ങിൽ. ക്ലിയർ ആയോ? അപ്പം എങ്ങനെയാണ് ഒരു യൂസബിലിറ്റി ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, ഇത് ഇങ്ങനെ ഇപ്പം ഞാനൊരു പേജിനെ മാത്രം കാണിച്ചു തന്നിട്ടുള്ളൂ. അങ്ങനെ അതിനുള്ളിലത്തെ ഇന്നർ പേജുകളടക്കം എല്ലാ പേജിൻ്റെയും നമ്മൾ യൂസബിലിറ്റി ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ എന്തെങ്കിലും സജഷൻസ് നമുക്ക് പറയാനുണ്ടോ, അപ്പിയറൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അതൊക്കെ നമ്മൾ പറയണം. നമ്മുടെ സജഷൻസ് ആണ് അതിൽ പറയണത്. പക്ഷെ അതിൽ ഇതേപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യണു. ലോഗിൻ്റെ ഉള്ളിൽ ലോഗിൻ്റെ ഇവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പം ഞാൻ ലോഗിൻ ബട്ടൺ ഞെക്കിയിട്ട് എന്താണ് manager.userszoom.com പോയി അവിടെ ഞാൻ എന്താണ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്, നമ്മൾ മാനുവലായിട്ട് ടെസ്റ്റ് ചെയ്യണ പോലെ ABCXYZ എൻ്റർ അടിക്കുമ്പോൾ ലോഗിൻ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അപ്പിയറൻസ്, അതിൻ്റെ ഒരു തീം, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഓക്കെ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, UI ഇല്ലേ, യൂസർ ഇൻ്റർഫേസ്, അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ യൂസബിലിറ്റി ടെസ്റ്റിങ്ങിൽ നോക്കുള്ളൂ. ഫങ്ഷനാലിറ്റി ടെസ്റ്റിംഗ് ഒന്നും നോക്കില്ല. ഫങ്ഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ എന്താക്കില്ല, ടെസ്റ്റ് ചെയ്യില്ല. ക്ലിയർ ആയോ? യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ഒരു സൈറ്റ് എടുക്കാം. ഇപ്പോൾ പുതിയ ഈ ആമസോൺ, ഫേസ്ബുക്ക് അങ്ങനത്തെ ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല. ഇത് കുറേ നാളത്തെ, ഇത് അവരെന്തെങ്കിലും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീടിനടുത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ കടകളുണ്ടായിരിക്കും. അതിൽ അവർക്ക് എന്തെങ്കിലും വെബ്സൈറ്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അവരുടെ സൈറ്റ് ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂസബിലിറ്റി ടെസ്റ്റിങ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൻ്റെയും ലൈറ്റ് ഷോട്ടിൻ്റെ URL എന്തായാലും ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഈ യൂസബിലിറ്റി ടെസ്റ്റിങ് ചെയ്തിട്ട് അതിൻ്റെ ഒരു നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിൽ, റിപ്പോർട്ട് ഒന്ന് ചെയ്ത് നോക്കിയെങ്കിൽ ഒരു 1-2 മാക്സിമം ഒരു 5 ഒബ്സർവേഷൻസ് എങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എന്താക്കുക, ആ ഒരു യൂസബിലിറ്റി ടെസ്റ്റ് റിപ്പോർട്ട് എനിക്കൊന്ന് മെയിൽ ചെയ്യാം. ഓക്കെ, മെയില് ഇപ്പോൾ ഏതാ വേണ്ടത് നിങ്ങൾക്ക്, ബഗ് ഹണ്ടിങ് ബ്യൂട്ടി മതി.
bughuntingbeauty@gmail.com. ഈ മെയിലിലോട്ട് എന്താക്കുക, അയ്യോ സ്പെല്ലിംഗ് മാറിപ്പോയി, മെയിൽ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. bughuntingbeauty@gmail.com നിങ്ങളൊന്ന് മെയിൽ ചെയ്യുക, യൂസബിലിറ്റി ടെസ്റ്റിങ്ങിന് ഒന്ന് മെയിൽ ചെയ്യുക. അപ്പം ഞാൻ എന്തെങ്കിലും അതിൽ കറക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. വാട്സാപ്പിൽ എനിക്ക് അയച്ചിട്ടാൽ ഞാൻ ചിലപ്പോൾ റിപ്ലൈ തന്നെന്ന് വരില്ല. കാരണം ഞാൻ 2-3 വട്ടം പറഞ്ഞു, ഹായ് ബായ് മെസ്സേജ്, സുഖമാണോ, എന്താ ചെയ്യുന്നേ, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചിരിക്കാനാണെങ്കിൽ എനിക്ക് അയക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3-4 പേര് അങ്ങനെ അയച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വാട്സാപ്പിൽ ഞാൻ അധികം റിപ്ലൈ തരാത്തത്. ആരും അങ്ങനെ അതൊന്നും ഇതാക്കരുത്. നിങ്ങൾ മെയിൽ അയച്ചോളൂ. അപ്പോൾ അതിൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ വരുന്നത് നമുക്ക് ക്ലിയർ ആക്കാം, ഡൗട്ടൊക്കെ ക്ലിയർ ആക്കാം. ഓക്കെ. സോ യാ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ പഠിക്കുക. ഇപ്പോൾ ഞാൻ തിയറി കഴിഞ്ഞിനി ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിലോട്ട് കയറാണ്. നമ്മുടെ മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ഒരു 80% പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് നമ്മുടെ പ്രാക്ടിക്കൽസ് ആണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാനുവലും ഓട്ടോമേഷനൊക്കെ കൂടിയിട്ടുള്ള തന്നെയാണ്. പക്ഷേ മാനുവൽ ടെസ്റ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ജോബിന് കയറാനായിട്ട് പറ്റും, നല്ല പാക്കേജും ഉണ്ടായിരിക്കും. അപ്പോൾ അധികം ഉഴപ്പാതെ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ. ഞാനത് വെറുതെ ഇടുന്നതല്ല, ഒരുപാട് പേര് ഇങ്ങനെ ജോലി അന്വേഷിച്ചിരിക്കുന്നവരുണ്ട്, എൻ്റെ അറിവിലും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ അധികം പറഞ്ഞ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.